ഹലോ ഗായ്സ്, ഹിയർ ഐ ആം മോട്ടോ തീഫ്. നമ്മുടെ ബ്ലോഗൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ പോകുന്നത് മൂന്നാറിലോട്ടാണ്. നമ്മൾ മൂന്നാർ കാണാൻ പോവാണ്. നിങ്ങളും എൻ്റെ കൂടെ പോരെ. ഞങ്ങൾ ആ ഫോർട്ടിലുണ്ടോ, ഫോർട്ട് കവർ ചെയ്യാൻ വേണ്ടി നോക്കിയാൽ അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഇവിടെ എന്തോ ഇഷ്യൂസ് ഉണ്ട്. അവിടെ ആരോ മരിച്ചു, എന്തോ ഇഷ്യൂസ് ഉണ്ട്, മരിച്ചു. അപ്പം അങ്ങോട്ട് ആരും വിടത്തില്ല. അതുകൊണ്ട് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞങ്ങൾ നല്ലൊരു സ്പോട്ടായിരുന്നു അത്. ഞങ്ങൾ അവിടുന്ന് റൂട്ടിൽ നോക്കിയപ്പോൾ അടിപൊളി ഒരു വ്യൂ കിട്ടിയ സ്പോട്ടാണ്. അപ്പോൾ അത് കവർ ചെയ്യാൻ വന്നാൽ പക്ഷേ നമുക്ക് പറ്റുന്നില്ല. നമുക്ക് നോക്കാം, പിന്നെ ഒരു ദിവസം അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കും. മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, ഒടിമഞ്ഞും മഴയും കൊണ്ടേ, ഞാനെന്ന ഭാവം മാഞ്ഞേ, മേലെ വെൺമുകിലും കണ്ടേ, ഓരത്തൊരു മലരും നിൽപ്പേ, കളിപാടും കിളിയെ കണ്ടേ, ഞാനെന്ന ഭാവം മാഞ്ഞേ. ഞങ്ങളിപ്പം ഒരു മൂന്നാർക്ക് സത്യം പറഞ്ഞ് ചുമ്മാ ഇറങ്ങിയതാണ്. ഒരു വ്ളോഗ് എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു, അങ്ങനെ ഇറങ്ങിയതാണ്. പക്ഷേ മൂന്നാറിൽ നിന്ന് ഞാൻ ഇറങ്ങി വീണോട് ഞാൻ പറഞ്ഞു, നമ്മൾ മൂന്നാർ ചെല്ലുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡെസ്റ്റിനേഷൻ കിട്ടുമെന്ന്. അങ്ങനെ ഞങ്ങൾ മൂന്നാർ വെച്ചൊരു മെമ്പറിനെ മീറ്റ് ചെയ്തു. ഞങ്ങളുടെ ഫോൺ ഓഫ് ആയി പോയി, അതായിരുന്നു അതിൻ്റെ വ്ളോഗ് എടുക്കാൻ പറ്റായിരുന്നേ. ആ മെമ്പറിനെ മീറ്റ് ചെയ്തു. പുള്ളി ഞങ്ങൾക്കൊരു ഡെസ്റ്റിനേഷൻ പറഞ്ഞു, ഹിഡൻ ഡെസ്റ്റിനേഷൻ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇടുക്കിക്കാരാന്ന് പറഞ്ഞിട്ടും ഒരു ബാംഗ്ലൂരുകാരൻ പറഞ്ഞ ഡെസ്റ്റിനേഷൻ വെച്ചാണ് ഇവിടെ വന്നേക്കുന്നത്. ഇപ്പം അങ്ങോട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഒരു വാട്ടർഫാൾസ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ വാട്ടർഫാൾസിലോട്ട് പോവാം, കാണാം. വാട്ടർഫാൾസ് അറിയിച്ചേക്കും, നമുക്ക് താഴോട്ട് പോവാണ്. ദൂരിക്കാണ് വഴി. മൊത്തം കാണാം, നല്ല ഏലക്കാടിന് നടക്കും നടക്കുന്നു. വെള്ളത്തിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. ഗായ്സ്, ഒരു കാടിന്റെ നടക്ക് ഒരു വാട്ടർഫോൾ, ബ്യൂട്ടിഫുൾ ആണ്. ഹലോ ഗായ്സ്, ഞങ്ങളിത് ഇതാണ് വാട്ടർഫാൾസ് കേട്ടോ. അപ്പം നൈറ്റായി, ഞങ്ങൾ വരാൻ ഭയങ്കര ലാഗ് എടുത്തു. മീൻസ് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സ്ഥലം കാണാൻ പറ്റുമെന്നല്ലോ. ജസ്റ്റ് ഒരു മൂന്നാറൊരു വ്ളോഗെന്നാണ് ഓർക്കുന്നത്. പക്ഷെ ഇറങ്ങിയപ്പോൾ ഞാൻ അവനോട് പറഞ്ഞായിരുന്നു നമുക്ക് മൂന്നാർ എന്ന് കഴിയുമ്പോൾ എവിടെയെങ്കിലും ഡെസ്റ്റിനേഷൻ കിട്ടും എന്നൊക്കെ. പക്ഷേ ഇതിപ്പം നൈറ്റായി. പക്ഷേ ഇത് നമ്മൾ കാണേണ്ട, എക്സ്പ്ലോർ ചെയ്യേണ്ട പ്ലേസ് തന്നെ കേട്ടോ. ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. നോക്കി ഗൈസ്, ഇതിപ്പോൾ ഈ പ്ലേസ് എവിടെയാണെന്ന് അറിയാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇത് മൂന്നാറിൽ നിന്ന് ഒരു 90 മിനിറ്റ്സ്, ഒരു 8 കിലോമീറ്റേഴ്സ് ഹോസ്റ്റലിന് സെർച്ച് ചെയ്യണം. അവിടുന്ന് നമുക്ക് നമ്മുടെ ഫ്രണ്ട് എന്നൊരു ഡെസ്റ്റിനേഷൻ ഇങ്ങനെയാണ്. അവിടുന്ന് നമ്മളിത് കണ്ടോ, ഇതാണ് നമുക്ക് അയച്ചു തന്ന കാര്യം. ലാസ്റ്റ് കോട്ട് കണ്ടോ, കം ബാക്ക് സേഫ്ലി. കാരണം ഇത് എന്നെ പറഞ്ഞേ ഒരു ഹിഡൻ ആയിട്ടും കുറച്ച് റിസ്കി ആയിട്ടും ഒരു അഡ്വഞ്ചർ പ്ലേസ് തന്നെയാണ്. കുറച്ചധികം നമ്മൾ ട്രാവൽ ചെയ്യണം. ഹോസ്റ്റലിൻ്റെ അവിടെ നിന്ന് ഒരു 30 മിനിറ്റ്സ് നല്ല ഇറക്കമാണ്. നല്ലൊരു ഓഫ് റോഡാണ്. അപ്പം അത് ഒരു നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ബൈക്ക് കൊണ്ടൊക്കെ വരുന്നത് സേഫായിട്ട് വരണം. നടക്കുവാനാണ് കുറച്ചുകൂടെ ബെറ്റർ ഞാൻ നോക്കുന്നത്. പക്ഷേ ബൈക്ക് കൊണ്ട് ഞങ്ങൾ വന്നേ. പക്ഷെ അത് കുറച്ച് റിസ്ക്കാണ്. കാരണം ഇറക്കമൊക്കെ ആയതുകൊണ്ട് വീഴാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്.
അതിൽ അവിടുന്ന് 30 മിനിറ്റ്സ് വന്നു കഴിയുമ്പോൾ ഒരു വീട്ടിലെത്തും. ലാസ്റ്റ് ഒരു റോഡ് എൻഡ് ചെയ്യുന്ന ഒരു റിസോർട്ടിൻ്റെ അവിടുന്ന് കുറച്ചുകൂടെ നടന്നു കഴിയുമ്പം ഒരു വീട്ടിലെത്തും. വീടിൻ്റെ സൈഡിൽ കൂടെ അവിടെ ചെറിയ വാട്ടർഫാൾസ് ഒരു ചെറിയ ബോർഡുണ്ട്. ആ ബോർഡിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങി ആ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ താഴത്തൊരു വഴി ഇറങ്ങി വരുമ്പോഴാണ് ഈ ബ്യൂട്ടിഫുൾ പ്ലേസ് വരുന്നത്. ഇതങ്ങനെ ആർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിതുവരെ ഒരു വ്ളോഗിലും കണ്ടിട്ടുമില്ല. ഏതായാലും ഇത് നിങ്ങൾക്ക് എൻ്റെ വക ഒരു കുറേ കാലം കഴിഞ്ഞ് ഞാൻ വ്ളോഗ് ഇടുക. അപ്പം അതിനെനിക്കൊരു നല്ലൊരു ഡെസ്റ്റിനേഷൻ കാണിക്കാൻ പറ്റുന്നത് തോന്നുന്നു. ഓക്കെ ബൈ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ വ്ളോഗ് എൻഡ് ചെയ്യാൻ പോവാ. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ വെക്കണം. ഓക്കെ ബൈ ബൈ. മോട്ടോ തിഫീസ് ബൈ.